നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ബുള്ളറ്റിൽ കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറ്റാട്ടുകര സ്വദേശിനി രാജിയാണ് ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി മരിച്ചത്. എലികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് ചാവക്കാട് നഗരസഭ അധികൃതർ ഹോട്ടൽ പൂട്ടിച്ചു. സുരക്ഷാ സംവിധാനം ഒരുക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി. ഗുരുവായൂർ ക്ഷേത്ര മാതൃകയിൽ ചെമ്പൈ സംഗീത മണ്ഡപം ഒരുങ്ങുന്നു. ക്ഷേത്ര ചുറ്റമ്പലവാതിലിനു മുകൾ ഭാഗത്തിന് സമാന രീതിയിൽ ഗജലക്ഷ്മിയുടെ ശില്പവും ഗുരുവായൂർ കേശവന്റെ ആനക്കൊമ്പും മാതൃകയിലാണ് സംഗീത മണ്ഡപം നിർമ്മിക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിൽ നെൽച്ചെടിക്ക് പുഴുക്കേട് ബാധിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. 12 ഏക്കറോളം വരുന്ന നെൽവയലിലാണ് രോഗബാധ. വാർത്തകൾ വിശദമായി. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ബുള്ളറ്റിൽ കെഎസ്ആർടിസി ലോ ഫ്ലോർ ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണ് കസ്റ്റഡിയിലെടുത്തത്. ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി ചിറ്റാട്ടുകര സ്വദേശിനി പൊന്നരാച്ചേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര മാതൃകയിൽ ചെമ്പൈ സംഗീത മണ്ഡപം ഒരുങ്ങുന്നു. ഗുരുവായൂർ ക്ഷേത്ര ചുറ്റമ്പലവാതിലിന് മുകൾ ഭാഗത്തിന് സമാന രീതിയിൽ ഗജലക്ഷ്മിയുടെ ശില്പവും താഴെ ഗുരുവായൂർ കേശവന്റെ ആനക്കൊമ്പും എന്ന മാതൃകയിലാണ് സംഗീത മണ്ഡപം നിർമ്മിക്കുന്നത്. ഇരുവശങ്ങളിലുമായി ദ്വാരപാലകരുടെ ശില്പങ്ങളും വ്യാളി രൂപശില്പവുമുണ്ട്. ഇരുഭാഗത്തും 4 തൂണുകൾ ശില്പമാതൃകയിൽ ഒരുക്കിയിട്ടുണ്ട്. ദ്വാരപാലകർക്ക് മുൻവശത്തായി മൃഗവ്യാളി ശില്പം കൊത്തിയ കരിങ്കൽ സോപാനമാണ്. സംഗീതോത്സവത്തിന്റെ 50 വർഷം പ്രമാണിച്ച് 50 മൺചിരാതുകളും സ്ഥാപിക്കുന്നുണ്ട്. 10 ദിവസമായി ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ എം നളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ചുമർചിത്ര പഠന കേന്ദ്രത്തിലെ 4ാം വർഷ വിദ്യാർത്ഥികളായ TS അഭിജിത്ത്, KS വിഷ്ണു, അഖില ബാബു തുടങ്ങിയ വിദ്യാർത്ഥികളാണ് സംഗീത മണ്ഡപം തയ്യാറാക്കുന്നത്. 13 വർഷമായി ചെമ്പൈ സംഗീത മണ്ഡപത്തിന്റെ മരപ്പണികൾ ചെയ്യുന്നത് ചെമ്മണ്ണൂർ സ്വദേശിയായ ശിഖാമണി എന്ന സുഗുവാണ്. തെർമോകോൾ, ഫോറസ്റ്റ് ഷീറ്റ്, പ്ലൈവുഡ്, തുണി, പട്ടിക എന്നിവ ഉപയോഗിച്ചാണ് മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം സംഗീതോത്സവം നടക്കുന്ന മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന്റെ വലതുഭാഗത്തായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്ന ശില്പവും മുൻവശത്തായി 5 തട്ടുകളുള്ള ദീപസ്തംഭവുമുണ്ട്. ആസ്വാദകർക്ക് ഫോട്ടോ എടുക്കുന്നതിനായി സെൽഫി കോർണറും നിർമ്മിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ സംഗീത മണ്ഡപം സ്ഥാപിക്കും. ചൊവ്വാഴ്ചയാണ് ചെമ്പൈ സംഗീതോത്സവം തുടങ്ങുക. 15 ദിവസങ്ങളിലായി 3000-ഓളം സംഗീതജ്ഞർ പങ്കെടുക്കും. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ പ്രാരംഭമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഗീതവും ലയവും ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. നാരായണീയം ഹാളിൽ നടന്ന സെമിനാർ പ്രശസ്ത ഗായകൻ P. ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ചെമ്പൈ സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗം ആനയടി പ്രസാദ്, ദേവസ്വം പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അച്യുത് ശങ്കർ S. നായർ, പ്രൊഫസർ പാറശാല രവി എന്നിവർ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ ഗുരുവായൂർ K. മണികണ്ഠൻ, അമ്പലപ്പുഴ പ്രദീപ് എന്നിവർ മോഡറേറ്ററായി. സംഗീത വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100-ലേറെ പേർ സെമിനാറിൽ പങ്കെടുത്തു. എലികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് ചാവക്കാട് നഗരസഭ അധികൃതർ ഹോട്ടൽ പൂട്ടിച്ചു. ചാവക്കാട് കുന്നംകുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഓട്ടോഗ്രാഫ് റെസ്റ്റോറന്റ് ആൻഡ് കഫേ എന്ന സ്ഥാപനമാണ് അടപ്പിച്ചത്. ഹോട്ടലിന്റെ അടുക്കളയിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ എലികൾ ഭക്ഷിക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം അന്വേഷണം നടത്തിയാണ് സ്ഥാപനം പൂട്ടിച്ചത്. നഗരസഭയിലെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷമീർ, ആസിയ CM, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PK ശിവപ്രസാദ്, ആരോഗ്യവകുപ്പ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K. രാംകുമാർ എന്നിവർ നേതൃത്വം നൽകി. ശുചിത്വ നിലവാരമില്ലാതെയും സുരക്ഷാ സംവിധാനം ഒരുക്കാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു. വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിൽ നെൽച്ചെടിക്ക് പുഴുക്കേട് ബാധിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. 12 ഏക്കറോളം വരുന്ന നെൽവയലിലാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. നെൽച്ചെടിയുടെ കട മുതൽ തണ്ടും ഓലകളും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ്. പുഴുക്കേടാണ് നെൽച്ചെടികളെ ബാധിച്ചിരിക്കുന്നതെന്ന് സന്ദർശനം നടത്തിയ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 2ഉം 3ഉം തവണകളായി കീടനാശിനികൾ തെളിയിച്ചെങ്കിലും ഫലപ്രദമാകുന്നില്ല.
25 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 12 ഏക്കറോളം വരുന്ന നെൽവയലുകളിലാണ് രോഗം പടർന്നിട്ടുള്ളത്. ഭൂരിഭാഗം കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കി. കടം ഒക്കെ മേടിച്ച് കൃഷി ചെയ്ത ആളുകൾ നല്ലോണം കടങ്ങളൊക്കെ മേടിച്ച് കൃഷി ചെയ്തതാണ്. അപ്പോൾ ഈ നെല്ല് ഇതേപോലെ തനി വൈക്കോലിൻ്റെ രൂപത്തിലെ അടിങ്ങനെ പഴുപ്പ് മാറി മാറി ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം മരുന്നടിക്കുന്നു. എന്നിട്ടും കൃഷി ഓഫീസർ വന്ന് ഇവിടെ നോക്കി അവരുടെ നിർദ്ദേശാനുസരണം 1-2 പ്രാവശ്യം മരുന്നടിച്ചു. എന്നിട്ടടക്കം ഈ നെല്ല് ഇപ്പോഴും ഈ അവസ്ഥയിൽ തന്നെയാണ്. കാട്ടുപന്നികൾ കുറേ ആ ശല്യം വേറെ കൂടുതൽ ഏക്കർ കണക്കിനൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ പാട്ടം കൊടുക്കാൻ ഏത് രീതിയിൽ അവർക്ക് ചെയ്യാൻ നമ്മൾ കൊടുക്കും. ഇപ്രാവശ്യം കൊടുത്താലും അടുത്ത പ്രാവശ്യം നമുക്ക് ഈ മറ്റേ ഉടമസ്ഥം നമുക്ക് പണിയാൻ തരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത്. ഡിസംബറിന്റെ അവസാനത്തിലാണ് കൊയ്ത്ത് നടത്തേണ്ടത്. എന്നാൽ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങിയും ചീഞ്ഞും നശിക്കുന്നത് ഭീമമായ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കുക. ഇതിനു പുറമെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും കർഷകർക്ക് പ്രതികൂലമാവുകയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. റിപ്പബ്ലിക് ഓഫ് സിംഗപ്പൂർ ആഭ്യന്തരം നിയമവകുപ്പ് മന്ത്രി കെ ഷൺമുഖം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. ഉച്ചയ്ക്ക് ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ മന്ത്രിയെ റോഡ് മാർഗം ദേവസ്വം അതിഥി മന്ദിരമായ ശ്രീവത്സലത്തിലെത്തി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പരൂർ കോൾപ്പടവിലെ ഉൾത്തോടുകളിൽ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചണ്ടി നീക്കം ചെയ്തു തുടങ്ങി. വടക്കേക്കാട് പാലക്കുഴി മുതൽ ഉപ്പുങ്ങൽ വരെ 16.6 കിലോമീറ്റർ നീളമുള്ള തോടുകളിലെ ചണ്ടിയാണ് 3 ലക്ഷം രൂപയോളം ചിലവഴിച്ച് നീക്കം ചെയ്യുന്നത്. കർഷകരിൽ നിന്ന് ഈടാക്കുന്ന എഞ്ചിൻ കൂലിയും മറ്റു ഫണ്ടും ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത്. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പ്രവൃത്തികൾ നടപ്പാക്കുമെന്ന് പറയാറുണ്ടെങ്കിലും പടവ് കമ്മിറ്റിക്ക് ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നും വരും വർഷങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചണ്ടി നീക്കം ചെയ്യുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്നും പടവ് കമ്മിറ്റി സെക്രട്ടറി AT അബ്ദുൾ ജബ്ബാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തുകളിലായി നീണ്ടെടുക്കുന്ന 16.5 കിലോമീറ്റർ തോട് ചണ്ടെടുക്കൽ ഇന്നലെ മുതൽ ആരംഭിച്ച് ഏകദേശം ഒരു 3 ലക്ഷം റുപ്യോളം പടവ് കമ്മിറ്റിക്ക് ചിലവ് വരുന്നുണ്ട്. ഇത് എടുക്കുന്നത് പടവ് കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്, കൃഷിക്കാരിൽ നിന്ന് മേടിക്കുന്ന എഞ്ചിൻ കൂലി ഉപയോഗിച്ചിട്ടാണ്. അത് പഞ്ചായത്തിൻ്റെതോ ഗവൺമെൻറ്റിൻ്റെയോ യാതൊരു സഹായമില്ലാതാണ് തോട് ക്ലീൻ ചെയ്യുന്നത്. എല്ലാ കൊല്ലവും ഇതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് നൽകാമെന്നൊക്കെ പറഞ്ഞാലും തരുന്നില്ല. ഇനിയെങ്കിലും പഞ്ചായത്ത് നേരിട്ട് നടത്തണമെന്നാണ് പടവ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടുന്നത്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ആക്രമിച്ച് തീവ്ര ഹൈന്ദവ മനസ്സുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ. 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന ചൂണ്ടൽ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഭരണഘടനയോ ദേശീയ ഗാനമോ ദേശീയ പതാകയോ അംഗീകരിക്കാത്തവരാണ് RSSകാർ. രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർത്ത് മതരാഷ്ട്രമാക്കുക എന്നതാണ് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് 2014 മുതൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊപ്പിവെച്ച് ട്രെയിനിൽ യാത്ര ചെയ്ത മുസ്ലിം ബാലനെ ഹിന്ദു വർഗീയവാദികൾ തല്ലിക്കൊല്ലുന്നു. മുസ്ലിം സമുദായ അംഗങ്ങൾ കൂട്ടത്തോടെ താമസിക്കുന്ന ഇടങ്ങൾ ബുൾഡോസർ വെച്ച് തകർക്കുന്നു. ഇതിനെല്ലാം കുടപിടിക്കുന്ന സമീപനമാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജാതിയുടെയും വസ്ത്രത്തിന്റെയും ഭക്ഷണത്തിന്റെയും പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് മോദി ശ്രമിക്കുന്നത്. ഇസ്ലാമിന് മക്ക പോലെയും ക്രൈസ്തവർക്ക് ബത്ലഹേം പോലെയും അയോധ്യ ഹിന്ദുക്കളുടെ വിശുദ്ധ ഭൂമിയാക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ തങ്കമണി വേലായുധൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിന് മുതിർന്ന പാർട്ടി അംഗം KT ബാലകൃഷ്ണൻ പതാക ഉയർത്തിയതോടെ തുടക്കമായി. M പീതാംബരൻ രക്തസാക്ഷി പ്രമേയവും CD വാസുദേവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. M പീതാംബരൻ, രേഖ സുനിൽ, TA ഫൈസൽ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ലോക്കൽ സെക്രട്ടറി TP റാഫേൽ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, സംഘാടക സമിതി ഭാരവാഹി രേഖ സുനിൽ എന്നിവർ സംസാരിച്ചു. ചർച്ചകൾക്ക് ശേഷം M പീതാംബരനെ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. തിങ്കളാഴ്ച നടക്കുന്ന റെഡ് വളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയോടെ ലോക്കൽ സമ്മേളനത്തിന് സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി.
തൃശൂർ ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കാട് കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കുള്ള ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ സ്ഥലം സന്ദർശിച്ചു. പ്രിൻസിപ്പൽ അനിത, HM ഇൻചാർജ് പുഷ്പാഞ്ജലി, ഹസീന ടീച്ചർ, PTA പ്രസിഡന്റ് അബ്ദുൾ റഹീം തുടങ്ങിയവരും ഉണ്ടായിരുന്നു. 2 നിലകളിലായി 2 ഇൻസിനറേറ്ററുകളടക്കം 6 യൂണിറ്റുകളാണ് നിർമ്മിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. പേരുകേട്ട 18 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ മരുതൂർ കുളങ്ങര മഹാദേവൻ ദേവന്റെ തിടമ്പേറ്റി 5 മണിക്ക് ശേഷം പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയുള്ള പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി. 7 മണിക്ക് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ഗജവീരന്മാർ അണിനിരന്നു. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളവും പൂരത്തിന് മാറ്റേകി. രാത്രി പൂരാവർത്തനത്തോടെ തിങ്കളാഴ്ച പുലർച്ചെ പൂരത്തിന് സമാപനമാകും. എടക്കഴിയൂർ മർഹൂം സയ്യിദ് ഹൈദ്രോ സിംബിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ബി കുഞ്ഞി ബീവിയുടെയും ജാറത്തിലെ ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് വടക്ക് ഭാഗം നേർച്ച കമ്മിറ്റി ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. ബഷ്റുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കൊഴപ്പാട്ട് ബാബു, കൊഴപ്പാട്ട് ശിവൻ, ഷക്കീർ പീഡിയേക്കൽ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹൈദ്രോസ് കോയ തങ്ങൾ, സക്കറിയ തങ്ങൾ, ഷാക്കിർ അയ്യത്തയ്യൽ, ഹസീബ് തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 2025 ജനുവരി 6, 7 തീയതികളിലാണ് ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ച. വൃദ്ധരായ സഹോദരിമാർക്ക് വീടൊരുക്കുവാൻ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 5-ാം വാർഡ് മുണ്ടൻകോട് താമസിക്കുന്ന കാളിക്കുട്ടി, വത്സല എന്നിവർക്കാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇവർ താമസിച്ചിരുന്ന വീട് കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് വീട് തകർന്നു വീണു. വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് കുടുംബമായി എന്ന കാരണത്താൽ സഹായം നൽകുന്നതിൽ വിമുഖത കാണിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. ഇതേ തുടർന്നാണ് നിർധനരായ വൃദ്ധർക്ക് വീട് നിർമ്മിച്ചു നൽകുവാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. അടുത്ത ദിവസം മുതൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുവാനും തീരുമാനിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, CK നാരായണൻ, കണ്ണൻ കക്കാട്, PS സുനീഷ്, NK കബീർ, സെഫീന അസീസ് എന്നിവർ സ്നേഹഭവനത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകും. ഇതിന്റെ പേരിൽ മാത്രം അവഗണിക്കപ്പെട്ട മുണ്ടങ്കോട് കോളനിയിലെ ചില വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ആൾക്കാരാണ്, മനുഷ്യരാണ് ഇവരും എന്നുള്ള വ്യത്യാസം തിരിച്ചറിയാതെ ഇവരൊക്കെ അവഗണിക്കപ്പെട്ടാണ് ഉണ്ടായിരിക്കണേ. ഇവരുടെ ഈ വീട് പൊളിഞ്ഞാല് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ഈ വീട് പണിതെടുക്കാനായിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും, ഈ വീട് പണിതെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. ഇന്ന് മുതലേ ഇവർക്ക് വീട് പണിയാനായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി ചെയ്തു കൊടുക്കും. നാളെ മുതൽ ഇവിടെ പണികളും കാര്യങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കാട്ടകാമ്പാൽ വട്ടക്കായൽ കോൾപ്പടവിലെ പുഞ്ചകൃഷിയുടെ നടിയിൽ ആരംഭിച്ചു. 150 ഏക്കർ വരുന്ന പടവിൽ 140 ദിവസം മൂപ്പുള്ള ഉമാവിത്താണ് കൃഷി ചെയ്യുന്നത്. നടിയിൽ ഉത്സവത്തിന്റെ ഉദ്ഘാടനം പടവ് പ്രസിഡന്റ് TK ശശികുമാർ ഞാറ് നട്ടുകൊണ്ട് നിർവഹിച്ചു. സെക്രട്ടറി NK സതീശൻ, ട്രഷറർ KM റസാഖ്, മെമ്പർമാർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ദിലീപ് കുമാറിന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തന് അതിജീവനത്തിന്റെ മധുരമാണ്. വന്യജീവികളുടെ നിരന്തര ശല്യത്തെ അതിജീവിച്ചും കീടരോഗങ്ങളെ പ്രതിരോധിച്ചുമാണ് തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാർ തണ്ണിമത്തൻ കൃഷിയിൽ വിളവ് കൊയ്തത്. കേരളത്തിൽ തണ്ണിമത്തൻ കൃഷി വിപുലമായി വരുന്ന കാലഘട്ടമാണെങ്കിലും ഉൽപാദനത്തിന്റെ ഗ്രാഫ് ഉയരുന്നതിന് വന്യജീവി ശല്യം വലിയ വെല്ലുവിളിയാകുകയാണ്. കൃഷി ജീവിതോപാധിയായി കാണുന്ന കർഷകർക്ക് ഇതിൽ നിന്നും അതിജീവനം അസാധ്യമായി തീർന്നിരിക്കുന്നു. മുള്ളൻപന്നിയും കാട്ടുപന്നികളും മയിലുകളുമാണ് പ്രധാനമായും കൃഷി നശിപ്പിക്കുന്നത്. തോട്ടത്തിലെ ചെടികൾ പിഴുതുമറിച്ചും കായ്ഫലങ്ങൾ തിന്നു നശിപ്പിച്ചും അവ വരുത്തിയ നഷ്ടം ഏറെയാണ്. തോട്ടത്തിൽ കാവലിരുന്നും വന്യജീവികളെ അകറ്റുന്നതിനുള്ള സൂത്രങ്ങൾ ഒപ്പിച്ചുമാണ് തണ്ണിമത്തൻ വിളവെടുത്തത്. സെപ്റ്റംബറിൽ ഓണത്തിനു ശേഷമാണ് തണ്ണിമത്തൻ ചെടികൾ നടുന്നത്.
ചാണകപ്പൊടി ചേർത്ത് 1200 തൈകളാണ് നട്ടത്. പിന്നീട് കോഴിക്കാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, വെർണിവാഷ് എന്നിവയാണ് പ്രധാനമായി നൽകിയത്. നിലത്ത് പടർത്തി വളർത്തുന്ന രീതിയാണ് അവലംബിച്ചത്. കിരൺ സാധാരണ കൃഷി ചെയ്യുന്ന കുമ്മട്ടി, മത്തൻ എന്നീ ഇനങ്ങൾ കൃഷിയിറക്കി. 9 കിലോ വരെ തൂക്കമുള്ള ഫലങ്ങളും തോട്ടത്തിലുണ്ട്. മഴ അധികരിക്കുന്ന ഓണക്കാലത്ത് കേരളത്തിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യാറില്ല. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ദിലീപ് ഈ കൃഷി നടത്തിയതെങ്കിലും നല്ല വിളവാണ് ലഭിച്ചത്. പെരുമ്പുള്ളി ഫൈസിലിന്റെ 10 ഏക്കർ പച്ചക്കറിത്തോട്ടത്തിലെ 1 ഏക്കർ സ്ഥലമാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. കൃഷിയിടത്തിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ ഒരു രാസവളങ്ങളും ചേർക്കാത്ത മണ്ണിന്റെ ഗുണമുള്ള തണ്ണിമത്തൻ. ഭയങ്കര ടേസ്റ്റ് ആണിത്. അപ്പൊ ഇവിടെ വെണ്ട, വാഴ, ചേന, അതുപോലെ തന്നെ വഴുതന, പച്ചമുളകൊക്കെ വിഷാംശമില്ലാത്തത്. അടുത്ത് തന്നെ നമ്മൾ തുടങ്ങും തണ്ണിമത്തൻ ചന്ത, ഒരു കട നിങ്ങൾക്കൊക്കെ വന്ന് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം. കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഫാദർ ഡേവിസ് ചിറമേൽ തോട്ടത്തിലെത്തി വിളവെടുപ്പിൽ പങ്കെടുത്തു. കൃഷിയുടെ സഹായികളായി വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയായ ഷെർലി ദിലീപ് കുമാർ, മകൻ അശ്വത് തുടങ്ങിയവർ മുഴുവൻ സമയവും കൃഷിയിടത്തിലുണ്ട്. തണ്ണിമത്തന് ആവശ്യക്കാർ ഏറെയാണ്. തോട്ടത്തിലെത്തി വാങ്ങിക്കുന്നവരും കുറവല്ല. കൃഷി ജീവവായുവായി കരുതുന്ന തരിശിടങ്ങളിൽ പച്ചപ്പിടുവാൻ പ്രതിസന്ധികൾക്കിടയിലും പ്രയത്നിക്കുന്ന കർഷകർക്ക് വലിയ ഊർജമാണ് തണ്ണിമത്തൻ കൃഷിയുടെ വിജയഗാഥ നൽകുന്നത്. CCTV ന്യൂസ്, വേലൂർ. ഡിസംബർ 3, 4 തീയതികളിൽ കല്ലുംപുറത്ത് നടക്കുന്ന CPIM കടവല്ലൂർ നോർത്ത് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ദിനം ആചരിച്ചു. കല്ലുംപുറം സെന്ററിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം M. ബാലാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, K. കൊച്ചനിയൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ, PI രാജേന്ദ്രൻ, മുഹമ്മദ് ഹനീഫ, സുരേഷ്, വിവിധ ബ്രാഞ്ച് സെക്രട്ടറിമാർ, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 3 കല്ലുംപുറം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്യും. 4 തീയതി സീതാറാം യെച്ചൂരി നഗറിൽ പ്രകടനവും റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും നടക്കും. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. കുർബാനയ്ക്ക് ഫാദർ ആൽവിൻ ഞെഴുങ്ങൻ മുഖ്യ കാർമ്മികനായി. ഫാദർ സിൻഡോ പൊന്തേക്കൻ വചന സന്ദേശം നൽകി. ഫാദർ നവീൻ മുരിങ്ങാത്തേരി സഹകാർമ്മികനായി. അമ്പവള സമാപനം, സംയുക്ത ബാൻഡ് വാദ്യം എന്നിവയും നടന്നു. ഇടവക വികാരി ഫാദർ നവീൻ മുരിങ്ങാത്തേരി, ജനറൽ കൺവീനർ സിജോ ജോസ്, കൈക്കാരന്മാരായ PP ജോസ്, PB ലൈജോ, NJ ജെമി, NP സേവി എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരാഴ്ചയായി തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി നടന്നുവന്നിരുന്ന ഫാർമസി ദിന വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം നടന്നു. കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിലിന്റെയും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കുന്നംകുളം, ചാവക്കാട് ഏരിയകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു വാരാഘോഷം സംഘടിപ്പിച്ചത്. കുന്നംകുളം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ സെക്രട്ടറി KP ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു. തിങ്ക് ഫാർമസി, തിങ്ക് ഹെൽത്ത് എന്ന പ്രമേയം ഇന്നിന്റെ മാത്രം മുദ്രാവാക്യമല്ലെന്നും വരും തലമുറയിൽ ആരോഗ്യമേഖലയ്ക്ക് പ്രയോജനപ്രദമായി തീർക്കുവാൻ ഓരോ ഫാർമസിസ്റ്റ് അംഗങ്ങളും പ്രതിബദ്ധത പുലർത്തേണ്ടതാണെന്നും സമ്മേളനം ഉദ്ബോധിച്ചു. വാടക കെട്ടിടങ്ങളുടെ മേൽ കേന്ദ്ര ഗവൺമെന്റ് ചുമത്തപ്പെട്ട GST റദ്ദ് ചെയ്യുക, ഓൺലൈൻ ഫാർമസി വ്യാപാരം നിർത്തലാക്കുക, ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് നിർത്തലാക്കുക, അവശ്യമരുന്നുകളുടെ ക്രമാതീതമായ വിലവർദ്ധനവ് നിയന്ത്രിക്കുക എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി മുഖ്യാതിഥിയും കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ അംഗവുമായ അജിത് കിഷോർ പ്രതിപാദിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് TB ജിതൻ, ജില്ലാ പ്രതിനിധി PM അയ്യപ്പൻ, ഏരിയ സെക്രട്ടറി രമ്യ തോമസ് എന്നിവർ സംസാരിച്ചു. ആന്റിബയോട്ടിക് പ്രതിരോധത്തെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ സ്വാതി നാരായണൻ ക്ലാസ് നയിച്ചു. യോഗത്തിൽ സംഘാടക സമിതി കൺവീനർ KPPA ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു P ചെറിയാൻ സ്വാഗതവും ഏരിയ പ്രസിഡന്റ് PD നീതു നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച സമാപന വിളംബര റാലി നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തി സമാപിച്ചു. ശേഷം ത്രിവേണി കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് നടന്നു. CCTV ന്യൂസ്, കുന്നംകുളം. NCC ദിനാചരണത്തിൽ NCC ഓഫീസർക്ക് ആദരമൊരുക്കി കേഡറ്റുകൾ.
24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മേജർ PJ സ്റ്റൈജുവിനെയാണ് 76ാം NCC ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചത്. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്തം, 78 തവണ രക്തദാനം, മോട്ടിവേഷണൽ ക്ലാസുകൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിലെ സജീവ സാന്നിധ്യമാണ് PJ സ്റ്റൈജുവിനെ ആദരിച്ചതിന് കാരണമായത്. സംസ്ഥാനത്തെ മികച്ച രക്തദാന പ്രവർത്തകൻ, NCCയിലെ മികച്ച ഓഫീസർക്കുള്ള ഡിജിമെന്റേഷൻ ബാഡ്ജ് തുടങ്ങി നിരവധി സംസ്ഥാന ജില്ലാ പുരസ്കാരങ്ങളും സ്റ്റൈജുവിന് ലഭിച്ചിട്ടുണ്ട്. സ്റ്റൈജു മാസ്റ്ററുടെ സാമൂഹ്യ സേവനങ്ങൾ പരിഗണിച്ചാണ് NCC ദിനമായ നവംബർ 24-ന് ആദരവ് നൽകിയതെന്ന് ലഫ്റ്റനന്റ് K. അബ്ദുൾ അസീസ് പറഞ്ഞു. മേജർ PJ സ്റ്റൈജു മറുപടി പ്രസംഗം നടത്തി. തിരുവത്ര പുതിയറ സെന്ററിൽ ആരംഭിച്ച മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ നിർവഹിച്ചു. മഹാത്മാ ട്രസ്റ്റ് ചെയർമാൻ CA ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, UDF കൺവീനർ KV ഷാനവാസ്, ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, ഷാഹിദ പേള, ഷമീം പാലക്കൽ, കോൺഗ്രസ് നേതാക്കളായ KH രാഹുൽ ഹമീദ്, KV യൂസഫ് അലി തുടങ്ങിയവർ സംസാരിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് കേരളോത്സവം ആരംഭിച്ചു. വടക്കേക്കാട് മൂന്നാം കല്ല് യൂത്ത് ഫോർ സ്പോർട്സ് പാർക്കിൽ ഫുട്ബോൾ മത്സരത്തോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത്. പുന്നേർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് കോർഡിനേറ്റർ നാസർ ഹുസൈൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. മെമ്പർമാരും പങ്കെടുത്തു. തുടർന്ന് വെസ്റ്റേൺ കുമാരപ്പടിയും യൂത്ത് വിംഗ് ആറ്റുപുറവും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വെസ്റ്റേൺ കുമാരൻപടി വിജയിച്ചു. വന്നേരി, കടിക്കാട് സ്കൂൾ, പുന്നയൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായി നടക്കുന്ന കേരളോത്സവം ഡിസംബർ 8-ന് സമാപിക്കും. സമസ്ത കേരള സുന്നി ബാലവേദി ജില്ലാ കൌൺസിൽ മീറ്റ് സംഘടിപ്പിച്ചു. പെരുമ്പിലാവ് കൊരട്ടിക്കര മജ്ലിസുൽ ഫുർഖാനിൽ നടന്ന കൌൺസിൽ മീറ്റിന്റെ ഉദ്ഘാടനം SKSBV സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മിയാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. SKSBV ജില്ലാ ചെയർമാൻ ഉസ്മാൻ ദാരിമി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ നജീബ് അസ്ഹരി, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് സമനുൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഫഹദ് മഹമ്മൂദ്, ജില്ലാ ട്രഷറർ ഫത്താഹ് നാട്ടിക, സംസ്ഥാന കൌൺസിലറും ജില്ലാ വൈസ് പ്രസിഡന്റുമായ നാസർ കടവല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. കൌൺസിൽ മീറ്റിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ റേഞ്ചുകളിൽ നിന്ന് പങ്കെടുത്ത വിദ്യാർത്ഥിയുടെ ബുർദ മത്സരവും നടത്തി. വിശ്വാസങ്ങൾക്കൊപ്പം കേരളീയ ചിത്രകലയുടെ ആഴവും പരപ്പും വിളിച്ചോതുന്ന ചിത്രകലയുടെ ആദ്യ പതിപ്പായി കരുതപ്പെടുന്ന കളമെഴുത്തും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പാട്ടും വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ആചാരാനുഷ്ഠാനങ്ങളോടെ പുനരാവിഷ്കരിക്കപ്പെട്ട കളമെഴുത്തിന്റെ സമാപന ദിവസം നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ഗ്രാമത്തിന്റെ ഗർഭഗൃഹമെന്നറിയപ്പെടുന്ന കാളികാവുകളിൽ നടത്തിവരുന്ന ഒരനുഷ്ഠാന ചടങ്ങാണ് കളമെഴുത്തുപാട്ട്. ദേവീ സന്നിധിയിലെ കളമെഴുത്തിന് നൂറ്റാണ്ടുകളുടെ കഥയാണ് പറയുവാനുള്ളത്. വിശ്വാസത്തിന്റെയും കലയുടെയും 2 തലങ്ങളാണ് ഇതിൽ കാണുക. ചിത്രമെഴുതുന്ന ആൾ ഒരേ സമയം ചിത്രകാരനും പൂജാരിയുമായുള്ള പകർന്നാട്ടവും ഈ കലയുടെ പ്രത്യേകതയാണ്. കളമെഴുത്തിന്റെ ആത്മാവ് ചിത്രകാരന്റെ കൈകളാൽ പ്രകൃതിദത്ത വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവൻ തുടിക്കുന്ന ചിത്രത്തിലാണ് കുടികൊള്ളുന്നത്. ഉമിക്കരി ഉപയോഗിച്ച് രൂപരേഖ തയ്യാറാക്കുന്ന കളത്തിൽ ചുവപ്പ്, മഞ്ഞ, വെളുപ്പ്, പച്ച എന്നീ 4 വർണ്ണങ്ങൾ കൂടി കലർന്ന് വർണ്ണക്കാഴ്ചയാണ് ഒരുക്കുന്നത്. വെളുപ്പിന് അരിപ്പൊടിയും മഞ്ഞ നിറത്തിന് മഞ്ഞൾപ്പൊടിയും അതിൽ തന്നെ ചുണ്ണാമ്പ് ചേർത്താണ് ചുവപ്പ് നിറവും ഉണ്ടാക്കുന്നത്. പശ്ചാത്തലമായി ഉപയോഗിക്കുന്ന പച്ച നിറത്തിന് വാഗ, കൂവളം, ഇത്തിൾ, പെരുമരം എന്നിവയുടെ ഇലകളാണ് പതിവായി ഉപയോഗിക്കുന്നത്. രൂപരേഖയിട്ടു കഴിഞ്ഞാൽ കളത്തിന്റെ മധ്യഭാഗം കഴിഞ്ഞ് പാദം, പിന്നീട് ശീർഷം എന്നിങ്ങനെയാണ് വരയുടെ ഘട്ടങ്ങൾ. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്ന ദേവിയുടെ ആയുധങ്ങളേന്തിയ രൂപം തിന്മകൾക്കും ദുഷ്ടശക്തികൾക്കുമെതിരെയുള്ള കലാവിഷ്കാരം കൂടിയായി കരുതപ്പെടുന്നു. 9 ദിവസങ്ങളിലായാണ് മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് നടന്നത്. പൈങ്കുളം സജീവ് കുറുപ്പാണ് മുഖ്യ കാർമ്മികനായത്. ക്ഷേത്രം മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികനായി. അവസാന ദിവസം താലപ്പൊലിയോടെയാണ് കളമെഴുത്തുപാട്ടിന് സമാപനമായത്. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്രം ഭരണസമിതി, മാതൃസംഘം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് 7 ദിനങ്ങൾ നീണ്ട കളമെഴുത്തുപാട്ട് നടന്നത്. CCTV ന്യൂസ്, വേലൂർ. അഹമ്മദിയ മുസ്ലിം ജില്ലാ സമ്മേളനത്തിന് കേച്ചേരിയിൽ തുടക്കമായി. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിലാണ് തൃശൂർ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നത്. ലോകം വളരെ നിരാശാജനകമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇതിനുള്ള മൂലകാരണം ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നുപോകുന്നതിനാലാണെന്നും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ദക്ഷിണ ഭാരത പ്രചാരണ കാര്യദർശിനി മൗലാന M. നാസർ അഹമ്മദ് അഭിപ്രായപ്പെട്ടു.
ദൈവവിശ്വാസം സമാധാനത്തിലേക്കുള്ള പാത എന്ന പ്രമേയത്തിൽ നടക്കുന്ന അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പാലക്കാട് ജില്ലാ അമീർ എച്ച് സുലൈമാൻ കാവശ്ശേരി അധ്യക്ഷനായി. ഉദ്ഘാടന സമ്മേളനത്തിൽ മൗലവി അബ്ദുബാസിദ് ഖുർആൻ പാരായണവും ബാഹിർ അഹമ്മദ് ഗാനവും ആലപിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം നടന്ന തർബിയത്ത് സമ്മേളനത്തിൽ ജില്ലാ തർബിയത്ത് സെക്രട്ടറി എം താജുദ്ദീൻ, മൗലവി കമറുദ്ദീൻ, മൗലവി നൌഷാദ് അഹമ്മദ് എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ നിന്നും പഞ്ചാബിലെ ഖാദിയാനയിലേക്ക് 3ാം ലോക മഹായുദ്ധത്തെ ചെറുക്കുന്നതിന് സ്റ്റോപ്പ് വേൾഡ് വാർ 3 എന്ന ക്യാമ്പയിനുമായി യാത്ര ചെയ്തവർക്കും പരീക്ഷകളിൽ ഉന്നത മാർക്കോടെ വിജയം കൈവരിച്ചവരെയും സംസ്ഥാന തലത്തിൽ സമ്മാനാർഹരായവരെയും ചടങ്ങിൽ ആദരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് സംഘത്തിന്റെ 28ാമത് മുഴുവൻ വിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. 3 ജില്ലകളുടെ സംഗമഭൂമിയായ ക്ഷേത്ര സന്നിധിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് പോലീസ് സ്റ്റേഷന് പിറകിലുള്ള കുവേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപാരാധനയ്ക്കു ശേഷം പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 1000-ലധികം മാളികപ്പുറങ്ങൾ താലത്തിൽ അണിനിരന്നു. വെളിച്ചപ്പാടുകൾ, ഉടുക്കുപാട്ട്, ചെണ്ടമേളം, പഞ്ചവാദ്യം, ഗജവീരനും പാലക്കൊമ്പെഴുന്നള്ളിപ്പിന് അകമ്പടിയായി. മൈതാനത്ത് ദീപാലങ്കാരവും ഭക്തിഗാനമേളയുമുണ്ടായി. രാത്രി 9-ന് പാലക്കൊമ്പ് വിളക്കുപന്തലിൽ പ്രവേശിച്ചു. തുടർന്ന് പന്തൽപ്പാട്ട്, പാൽക്കുടമെഴുന്നള്ളിപ്പ്, വെട്ടും തടയും, തിരിയൊഴിച്ചിൽ, കനൽച്ചാട്ടം, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രസന്നിധിയിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തി. മരത്തംകോട് മഠാധിപതി ജ്യോതിപ്രകാശ് വിളക്കുസംഘമാണ് വിളക്കാഘോഷത്തിന് കാർമ്മികത്വം വഹിച്ചത്. കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് പ്രസന്നധരൻ എന്ന കുട്ടൻ, സെക്രട്ടറി KK ഭാസ്കരൻ, ജോയിന്റ് സെക്രട്ടറിമാരായ CV മണികണ്ഠൻ, വിനോദ് വട്ടേക്കാട്ട്, വൈസ് പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. കടവലൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരത്തോടെ ആരംഭിച്ച കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെയാണ് കേരളോത്സവം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഫൗസിയ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പുളയ്ക്കൽ, ബിന്ദു ധർമ്മൻ, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഫുട്ബോൾ മത്സരം ആരംഭിച്ചു. 19 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പഞ്ചായത്തിലെ വിവിധ വേദികളിലായി നടക്കുന്ന കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം ഡിസംബർ 1-ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിതരണം ചെയ്യും. അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ അതിന് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും എത്തിയിട്ടുണ്ട്, മുഴുവൻ ടീമുകളും എത്തിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഈ കേരളോത്സവത്തിൻ്റെ പരിപാടികൾ നല്ല രീതിയിൽ നടത്താൻ ആവശ്യമായ എല്ലാ ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ നടത്തിയ 19ാമത് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിസാന്ദ്രമായി. ഗുരുപാദപുരി ശ്രീ അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെയും തത്തുമസി ഗൾഫിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ദേശവിളക്ക് നടന്നത്. ക്ഷേത്രം മേൽശാന്തി MK ശിവാനന്ദൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേശവിളക്കിനോടനുബന്ധിച്ച് പുലർച്ചെ മഹാഗണപതി ഹോമം നടന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 3 ലക്ഷം രൂപയോളം സഹായധനത്തിന്റെ കൈമാറ്റവും നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം തിരുവത്ര ഗ്രാമക്കുളം ശ്രീ കാർത്തിയനി ഭഗവതി മഹാബ്രഹ്മരക്ഷസ് ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500ഓളം പേരുടെ താലം, അയ്യപ്പസ്വാമി ക്ഷേത്രം മാതൃകയിലുള്ള തങ്കരഥം, ഉടുക്കുപാട്ട്, ചിന്തുപാട്ട്, പൂക്കാവടി, നാദസ്വരം, പഞ്ചവാദ്യം, നാടൻ കലാരൂപങ്ങൾ, ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് രാത്രി 10 മണിയോടെ വിശ്വനാഥ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ദീപാരാധനയ്ക്ക് ശേഷം ഗുരുവായൂർ ഭജനമണ്ഡലി GK പ്രകാശൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ഭക്തിഗാനമേള ഉണ്ടായി. തുടർന്ന് മണത്തല ജനാർദ്ദനൻ ഗുരുസ്വാമി ആൻഡ് പാർട്ടിയുടെ ഉടുക്കുപാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട എന്നിവയും ഉണ്ടായി. ഉച്ചയ്ക്കും രാത്രിയിലുമായി 10,000-ഓളം പേർക്ക് അന്നദാനവും നടന്നു. ദേശവിളക്ക് സമാപനത്തോടുകൂടി പുലർച്ചെ ശബരിമലയ്ക്കുള്ള തീർത്ഥയാത്രാ വാഹനങ്ങൾ പുറപ്പെട്ടു. തത്തുമസി ഗൾഫ് ഭാരവാഹികൾ, ഗുരുപാദപുരി ശ്രീ അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെ ഭാരവാഹികളായ ചെയർമാൻ ഡോക്ടർ PV മധുസൂദനൻ, കൺവീനർ NV മധു, ഗജാൻജി, NK പുഷ്പദാസ്, KK സഹദേവൻ, KS വിശ്വനാഥൻ, AS സന്തോഷ്, KN പരമേശ്വരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ് ചാവക്കാട്.
വാഗ തത്തുമസി അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൈപ്പക്കുളങ്ങര സ്വയംഭൂ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്കും അന്നദാനവും നടന്നു. വിളക്ക് ദിവസമായ ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി MR ഗിരീഷ് ശാന്തിയുടെയും ക്ഷേത്രം ശാന്തി അനന്തുവിന്റെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വർണ്ണക്കാവടികളുടെയും വാദ്യമേളത്തിന്റെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. എടക്കളത്തൂർ അശോകസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ദിവ്യജ്യോതി അയ്യപ്പ വിളക്ക് സംഘം ദേശവിളക്ക് ആഘോഷത്തിൽ വിളക്ക് പാർട്ടിയായി. നിരവധി താളങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് പ്രസാദഊട്ടിന് ശേഷം ഉടുക്കുപാട്ട് നടന്നു. പുലർച്ചെ കാണിപ്പാട്ട്, കനലാട്ടം, വെട്ടുംതട തുടങ്ങിയ ചടങ്ങുകളോടെ ദേശവിളക്ക് ആഘോഷത്തിന് സമാപനമായി. നിരവധി ഭക്തജനങ്ങൾ വിളക്കാഘോഷത്തിൽ പങ്കാളികളായി. സാമൂഹ്യനീതി വകുപ്പിന്റെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സംസ്ഥാന ഭിന്നശേഷി അവാർഡിൽ പെരുമ്പടപ്പിന് 1ാം സ്ഥാനം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സമഗ്രവും സുസ്ഥിരവുമായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ് നേട്ടം കൈവരിച്ചത്. കുട്ടികളിലെ വൈകല്യം നേരത്തെ കണ്ടെത്താനുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റർ മാറഞ്ചേരി പരിചകത്ത് സ്ഥാപിച്ച് ശിശുക്കൾക്ക് ഒക്കുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, മുതിർന്ന കുട്ടികൾക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി. ബ്ലോക്കിന്റെ സ്പെഷ്യൽ സ്കൂളായ സ്പെക്ട്രം സ്കൂളിന് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ പദ്ധതികളും നടപ്പിലാക്കി. മുതിർന്ന കുട്ടികൾക്ക് തൊഴിൽ പരിശീലനവും കുട്ടികളുടെ അമ്മമാർക്ക് തൊഴിൽ പരിശീലനം, സ്കൂളിൽ തന്നെ മാറ്റ് നിർമ്മാണ യൂണിറ്റ്, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ശീതീകരിച്ച ക്ലാസ് മുറികൾ, അഗ്രോതെറാപ്പിയുടെ ഭാഗമായി കൃഷി പരിശീലനം തുടങ്ങി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. സ്കൂളിലെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാവശ്യമായ ജീവനക്കാരുമുണ്ട്. വിവിധ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളിൽ ഉപയോഗിക്കുവാൻ വീൽചെയറുകൾ, സ്കൂളിനകത്തുള്ള യാത്ര സുഗമമാക്കി. ഭിന്നശേഷി കുട്ടികൾക്ക് ഇന്റഗ്രേറ്റഡ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നടപ്പിലാക്കി. ഭിന്നശേഷി കലോത്സവം ജില്ലയിൽ മികച്ച രീതിയിൽ നടപ്പിലാക്കി. ഈ മേഖലയിൽ നിർബന്ധിതമായി വകയിരുത്തേണ്ട തുകയുടെ 5 ഇരട്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ ക്ഷേമ പദ്ധതികളിലൂടെ മേഖലയിൽ നടപ്പിലാക്കിയത്. ഭരണസമിതിയുടെ ഉൾക്കാഴ്ചയോടെയുള്ള പദ്ധതികളും അവ കൃത്യതയോടെ നടപ്പിലാക്കിയ CDPO, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, സ്പെക്ട്രം സ്കൂൾ അധ്യാപകർ എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടായ പ്രവർത്തനമാണ് അവാർഡിലേക്ക് ബ്ലോക്കിനെ എത്തിച്ചതെന്നും ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധു അറിയിച്ചു. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. നവംബർ 23 മുതൽ ഡിസംബർ 1 വരെ പഞ്ചായത്തിലെ വിവിധ വേദികളിൽ നടക്കുന്ന കടപ്പുറം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് സലിം കലാഭവൻ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ഗവൺമെന്റ് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഹസീന താജുദ്ദീൻ, ശുഭ ജയൻ, VP മൻസൂർ അലി, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ നടന്നു. തിങ്കളാഴ്ച തൊട്ടാപ്പ് ടർഫിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കും. മരത്തംകോട് കിടങ്ങൂർ വലിയുള്ളാഹി സുൽത്താൻ കുഞ്ഞുമുട്ടി മസ്താനുപ്പാപ്പ തങ്ങളുടെ 50ാമത് ആണ്ട് നേർച്ച കിടങ്ങൂർ മഖാം ഷരീഫിൽ ആഘോഷിച്ചു. വെള്ളിയാഴ്ച സയ്യിദ് സബീൽ തങ്ങൾ, ഹൈദ്രൂസി പന്നിത്തടം, MA അവർകുട്ടി സാഹിബ്, KM ഹസൻ ഹാജി, M അലാവുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിയേറ്റവും സമൂഹ സിയാറത്തോടും കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് കുത്തുബിയത്ത് മജ്ലിസും നടന്നു. ശനിയാഴ്ച ഹാഫിളുകൾക്കുള്ള സ്ഥാനവസ്ത്ര വിതരണം നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് ജലാലിയ റാത്തീബും അനുസ്മരണ പ്രഭാഷണവും ബുർദ മജ്ലിസും സന്നദ്ധാന സമ്മേളനവും നടന്നു. ബദറു സദാത്ത്, സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി എന്നിവർ ദുആയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഉസ്താദ് ബഷീർ സഖാഫി കല്ലൂരിന്റെ നേതൃത്വത്തിൽ കുത്റാത്തീബും നടന്നു. ഞായറാഴ്ച ഡോക്ടർ MA MT, മിസ്ബാഹി അൽ രാഫിഇ പൊന്നാനി, റാത്തിബുൽ അത്താസ്, സ്വലാത്ത് മജ്ലിസ് വാർഷികം എന്നിവയ്ക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെ നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. ചെയർമാൻ സയ്യിദ് സബീൽ തങ്ങൾ, കൺവീനർ സമറുദ്ദീൻ നിസാമി അൽ അർഷദി പാടൂർ, സയ്യിദ് ഫസൽ തങ്ങൾ, ഷാജഹാൻ, KC ഹൈദർ എന്നിവർ നേതൃത്വം നൽകി. 50 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അവരുടെ ജീവിതകാലത്ത് ജാതി മത ഭേദമന്യേ എല്ലാ ആളുകൾക്കും അവർ അഭിമുഖീകരിക്കുന്ന പല വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രാർത്ഥന കൊണ്ടും മറ്റുമൊക്കെ പരിഹാരം നിർദ്ദേശിച്ചിരുന്ന ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞുമുട്ടി തങ്ങൾ മസ്താൻ പാപ്പ അവർകൾ. എല്ലാ വർഷവും അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ നവംബർ മാസത്തിൽ അവിടുത്തെ ഉറൂസ് വളരെ വിപുലമായി ആഘോഷിക്കാറുണ്ട്. ഈ വർഷവും ആ ഉറൂസിന്റെ ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CCTV ന്യൂസ്, വേലൂർ.
76ാം NCC ദിനാഘോഷങ്ങളുടെ ഭാഗമായി 24 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ശ്രീ കേരളവർമ്മ കോളേജിലെ NCC കേഡറ്റുകൾ തൃശൂർ അമ്മ ഓട്ടിസം സെന്റർ സന്ദർശിച്ചു. ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. സുബേദാർ മേജർ ബിജോയ് റോയ്, അസോസിയേറ്റ് NCC ഓഫീസർമാരായ ക്യാപ്റ്റൻ ഡോക്ടർ ശരത് ചന്ദ്രൻ, എ ദിവാകരൻ, മേജർ സ്റ്റൈജു എന്നിവർ സംസാരിച്ചു. സീനിയർ അണ്ടർ ഓഫീസർ PJ അഭിനവ്, ജൂനിയർ അണ്ടർ ഓഫീസർ KK ഗോവിന്ദ, PT അജയ്, വിനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. NCC ദിനത്തിൽ ദിശാബോർഡുകൾ തുടച്ച് വൃത്തിയാക്കി NCC കേഡറ്റുകൾ. 24 കേരള ബറ്റാലിയൻ NCCയിലെ തൈക്കാട് അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേഡറ്റുകളാണ് ഗുരുവായൂർ നഗരത്തിലെ ദിശാബോർഡുകൾ വൃത്തിയാക്കിയത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് ഓഫീസർ മേജർ PJ സ്റ്റൈജു സേവന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ചിത്ര R നായർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് K അബ്ദുൾ അസീസ്, സീനിയർ കേഡറ്റുകളായ ജെറാൾഡ് CJ, ആരോൺ സോണി, അമൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. മറ്റ് കേഡറ്റുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പോർക്കുളം പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ആദ്യ ദിവസം പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിൽ മത്സരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പഞ്ചായത്ത് അംഗങ്ങളായ അഖില മുകേഷ്, PJ ജ്യോതിസ്, സുധന്യ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ ക്ലബ്ബുകളുടെ സഹകരണത്തോടെ നടത്തുന്ന കലാകായിക വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സമാപന സമ്മേളനത്തിൽ നൽകും. കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഗുരുവായൂരിൽ നടന്ന ചടങ്ങ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൈതലവി കടകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വർഗീസ് കൊമ്പൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ഷമീർ കടവല്ലൂർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ സെക്രട്ടറി അൻസാർ മതിലകം, ജില്ലാ ട്രഷറർ ജാഫർ പെരുമ്പിലാവ്, മഫീഖ് കൈപ്പമംഗലം, ഡെവനീസ് എളവള്ളി തുടങ്ങിയവർ സംസാരിച്ചു. നിർധന കുടുംബങ്ങൾക്ക് SYS സാന്ത്വനം നിർമ്മിച്ചു നൽകുന്ന ധാറുൽ ഖൈർ ഭവന പദ്ധതിയുടെ കട്ടിളവെക്കൽ ചടങ്ങ് വെള്ളറക്കാട് വെള്ളത്തേരിയിൽ നടന്നു. SYS സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ചടങ്ങ് നിർവഹിച്ചു. സയ്യിദ് തഖിയുദ്ദീൻ അഹ്സനി പ്രാർത്ഥന നടത്തി. SYS സമസ്ത ജില്ലാ നേതാക്കളായ MM ഇബ്രാഹിം ഹാജി എരുമപ്പെട്ടി, കുഞ്ഞു മുഹമ്മദ് സഖാഫി പറവൂർ, ബഷീർ അഷ്റഫി, വെള്ളത്തേരി മഹല്ല് ഖത്തീബ് അബ്ദുൾ ലത്തീഫ് ഭഗവി, പെൻകോ അബൂബക്കർ, സാന്ത്വനം വെള്ളറക്കാട് യൂണിറ്റ് ചെയർമാൻ ഷമീർ ആറാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരു ആഗോള സൗഹൃദക്കൂട്ട് ചാവക്കാട് ചാപ്റ്റർ ട്രാഫിക് ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തി. കുട്ടുങ്ങൽ ചന്തുരത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ചാവക്കാട് SHO VV വിമൽ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ചാവക്കാട്ടുകാർ പ്രസിഡന്റ് ഡോക്ടർ PV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ BNI പ്രസിഡന്റ് വിനീത, ലയൺസ് ക്ലബ് സെക്രട്ടറി ER സോമൻ, ഒരുമനയൂർ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി ജെയ്സൺ ആളൂക്കാരൻ, നമ്മൾ ചാവക്കാട്ടുകാർ മുൻ പ്രസിഡന്റ് KS ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. തയ്യൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന്റെ സഹകരണത്തോടെ നടന്ന മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ വിമല നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രുതി, സമിതി പ്രസിഡന്റ് TJ ജെയിംസ്, ട്രഷറർ മുരളി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഡിനു CPR പരിശീലന ക്ലാസ് നയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മരത്തംകോട് യൂണിറ്റ് സമ്മേളനം വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TA ജയ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK വിക്രമൻ അധ്യക്ഷനായി. മഞ്ജുഷ, രമ്യ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. വടക്കേക്കോട്ടോൽ മോസ്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ എല്ല് സംബന്ധമായ അസുഖങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാർഡ് മെമ്പർ KS നിഷ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ക്യാമ്പിൽ ചങ്ങരക്കുളം ഓർക്കിഡ് ഹോസ്പിറ്റലിലെ എല്ലുരോഗ വിദഗ്ധൻ ഡോക്ടർ വരുൺ K രോഗികളെ പരിശോധിച്ചു. സൗജന്യ മരുന്ന് വിതരണവും രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ഉണ്ടായി. ജപ്പാൻ ഷോട്ടോഗാൻ കരാട്ടെ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഇന്റർ ഡിസ്ട്രിക്ട് സ്കൂൾ ലെവൽ ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2024 സംഘടിപ്പിച്ചു. ഡ്രാഗൺ കരാട്ടെ മന്നലാം കുന്നിന്റെ സഹകരണത്തോടുകൂടിയാണ് JSK ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. പെരിയമ്പലം സീലാൻ ഓഡിറ്റോറിയത്തിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് KM ബൈജു മുഖ്യാതിഥിയായി. ടെക്നിക്കൽ ഡയറക്ടർ ആൻഡ് ഡ്രാഗൺ കരാട്ടെ ചീഫ് ഇൻസ്ട്രക്ടറും JSKA മലപ്പുറം ചീഫുമായ സൻസായ് മുഹമ്മദ് സാലി അധ്യക്ഷത വഹിച്ചു. പുന്നേർകുളം പഞ്ചായത്ത് മെമ്പർ KH ആബിദ്, അസീസ് മന്നലാംകുന്ന്, അകലാട് MIC സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മഹ്റൂ ബാഫി തുടങ്ങിയവർ സംസാരിച്ചു.
ചരമം പാഴിയോട്ടുമുറി തെക്കേപുരയ്ക്കൽ വീട്ടിൽ നാരായണൻ ആശാരി ഭാര്യ ദേവകി നിര്യാതയായി 71 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഷോജ, ശാലിനി, അരുൺ, അനൂപ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം പട്ടാമ്പി റോഡിൽ ബുള്ളറ്റിൽ KSRTC ലോ ഫ്ലോർ ബസ് ഇടിച്ച് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിറ്റാട്ടുകര സ്വദേശിനി രാജിയാണ് ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി മരിച്ചത്. എലികൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് ചാവക്കാട് നഗരസഭ അധികൃതർ ഹോട്ടൽ പൂട്ടിച്ചു. സുരക്ഷാ സംവിധാനം ഒരുക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി. ഗുരുവായൂർ ക്ഷേത്ര മാതൃകയിൽ ചെമ്പൈ സംഗീത മണ്ഡപം ഒരുങ്ങുന്നു. ക്ഷേത്ര ചുറ്റമ്പലവാതിലിനു മുകൾ ഭാഗത്തിന് സമാന രീതിയിൽ ഗജലക്ഷ്മിയുടെ ശില്പവും ഗുരുവായൂർ കേശവന്റെ ആനക്കൊമ്പും മാതൃകയിലാണ് സംഗീത മണ്ഡപം നിർമ്മിക്കുന്നത്. വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിൽ നെൽച്ചെടിക്ക് പുഴുക്കേട് ബാധിച്ചത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. 12 ഏക്കറോളം വരുന്ന നെൽവയലിലാണ് രോഗബാധ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.